ഹലോ ഗേസ്, വെൽക്കം ടു another വീഡിയോ. സോ രാവിലെ മുറ്റത്തേക്ക് ഇറക്കിയപ്പോൾ എന്തുകൊണ്ട് ഇന്നൊരു വീഡിയോ എടുത്തുവിടാമെന്ന് ആലോചിച്ചു. മുറ്റത്തെ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴേ ഇത് അമ്മയും ഞാനും കൂടെ ഈയിടെയായിട്ട് നട്ടു വളർത്തിയ കുറച്ച് ചെടികളതാണ്. നമുക്ക് അധികം ചെടികളൊന്നുമില്ല, ഉണ്ടായിരുന്നത് കുറേ മഴ വന്നപ്പം പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ രണ്ടാമത് ചെടിച്ചട്ടിയിലും മണ്ണിലൊക്കെ ആയിട്ട് കുറച്ചധികം ചെടികൾ ഇപ്പം നട്ട് വളർത്തി വരുന്നുണ്ട്. റോസാ ചെടികളുണ്ട് അധികവും. അതിൻ്റെ മോൾഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയേക്കാണ് മുകളിലേക്ക് വളരാനായിട്ട്. അത് പൂ ഉണ്ടാവുന്നതാണ് കേട്ടോ, ചുമന്ന പൂവൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ പനിക്കൂർക്ക നിൽപ്പുണ്ട്. ഇത് നമ്മുടെ തക്കാളി ചെടി. ഒരു ഫസ്റ്റ് ഹാർവെസ്റ്റ് ഇതിൻ്റെ കഴിഞ്ഞാണ്, ഒരു 10-15 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേതാണ്, ഇതൊരു 5 ഉണ്ട് ഇപ്പോൾ. പിന്നെ ജമന്തി ചെടിയുണ്ട്, കോഴിവാലൻ ചെടിയുണ്ട്, ഇത് ശംഖുപുഷ്പം. ഇതിൻ്റെ പൂവ് ഇട്ടിട്ട് ഒരു ചായ തിളപ്പിക്കും. ഇത് അമ്മയുടെ ഇവിടെ തിളപ്പിക്കാറുണ്ട് കേട്ടോ, നല്ലതാണ്. നിങ്ങളും വീട്ടിൽ തിളപ്പിച്ചിട്ട് എന്തൊക്കെയോ ഔഷധ ഗുണങ്ങളുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ കോളാമ്പി ചെടിയുണ്ട്, തുളസി ചെടിയുണ്ട്, കുറച്ച് 10 മണി ചെടിയുണ്ട്, റോസാ ചെടിയുണ്ട്, ഇത് രാജമല്ലി ചെടിയുണ്ട്. അങ്ങനെ കുറേ ചെടി. രാവിലെ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള മുറ്റത്തേക്ക് നമുക്കൊരു സുഖമല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പം ബേബി കസേരയെ വന്നിരിപ്പുണ്ട്. ഇവരുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം കൂട്ടിലാക്കിയിട്ട് അപ്പം ഇവളാണ് നമ്മുടെ വീട്ടിലെ കാര്യസ്ഥൻ. അതായത് വീട്ടിൽ അപ്പാപ്പനും അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ രാവിലെ ചായ ഒരു പത്രമൊക്കെ ആയിട്ട് മുറ്റത്ത് കസേര വന്നിരുന്ന് ചുറ്റുപാടുമൊക്കെ നോക്കൂല. അതേ സ്ഥാനം ഇവിടെ ആ റോള് കൈകാര്യം ചെയ്യുന്നത് ബേബിയാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ മുറ്റത്ത് വന്നിട്ട് റോഡിൽ കൂടെ പോകുന്നവരെ നോക്കും. പിന്നെ അടുക്കള വരെ അവിടെ കണ്ണെത്തും. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഓരോ മുറിയിൽ എന്തൊക്കെ നടക്കുന്നു, ഇതെല്ലാം സൂക്ഷിച്ച് വായിച്ച് അവൾ ഇങ്ങനെ ഇരിക്കും. ഇനി അടുത്ത വൈകുന്നേരമാണ് നമ്മൾ കുട്ടികളെ കൂട് തുറന്നിട്ട് പുറത്തേക്ക് കളിക്കാൻ വിടുക. അതുവരെ അവൾ ഇവിടെ തന്നെ പരിക്കകത്തിന് ഇവിടെ പൂട്ടിയിടാറില്ല നമ്മൾ. അതുകൊണ്ട് ഇതിനകത്തുണ്ടാവും ഈ കുട്ടികളെല്ലാം കിടക്കും. ഈ കിടക്കുന്നത് അവരുടെ അമ്മയാണ് നിങ്ങൾ വിചാരിക്കും, തെറ്റിദ്ധരിക്കരുത്. ഇത് അവരുടെ ചേട്ടനാണ്, ബോൾട്ട്, ബേബിയുടെ മൂത്തമ്മ കേട്ടോ. ഇവരെ ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്. പ്രശ്നങ്ങളൊന്നും ഇല്ല, അവർ എല്ലാവരും കൂടെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. അപ്പം ഇത് നിൽക്കുന്നതേ അത് ചോട്ടുമാണ് കിടക്കുന്നത് കേട്ടോ. ചോട്ടു ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്താ ഇവിടെ ചെയ്യുന്നത്, എന്തിനാണ് ഈ ഫോണും കൊണ്ട് അടുത്തേക്ക് വരുന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ചോട്ടുവിന് സൗണ്ട് ഇല്ല കേട്ടോ. അവളിങ്ങനെ കരയുന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ഷൻ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, ചെറിയൊരു സൗണ്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയും കൂടെ സൗണ്ട് ഇപ്പുറത്ത് ഈ കിടക്കുന്നവനുണ്ട്. അവൻ കിടക്കുന്നത് കണ്ട പാവമാണെന്ന് തോന്നും, പക്ഷെ അല്ല, അവനാണിത് കൂട്ടത്തിലെ വില്ലാളി വരുന്നത്. അവൻ്റെ ആ 2 കൈ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അവന് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവൻ ചെയ്യാറുണ്ട്. അതിൻ്റെ അടുത്തൊന്നും ചെന്നിക്കാനൊക്കെ അതിൽ അവൻ വലിച്ച് മാതി കയറി കഴിഞ്ഞിരിക്കും. ആ കൂട്ടത്തിലേക്കും തല്ലിപ്പൊളി അവനാണ്. നോക്ക്, ബോൾട്ടിൻ്റെ മണ്ടയ്ക്ക് കയറിക്കുന്നത്, അവന് മണ്ടയ്ക്ക് കയറി നിൽക്കുന്നത്, അതിൻ്റെ മണ്ടയ്ക്കാണ് അവൻ കയറി കിടന്ന് ഉറങ്ങുന്നത്. അവൻ്റെ ഒരു മെത്ത പോലാണ് ബോൾട്ടിനെ കാണുന്നത്. അവരെല്ലാവരും അവൻ്റെ മേത്ത് തലവെച്ച് കിടന്നാണ് ഉറങ്ങുന്നത്, പക്ഷേ ഇവൻ അങ്ങനെ അവൻ്റെ മണ്ടയ്ക്ക് കയറി കിടന്നുറങ്ങും. ചോട്ടു ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്താ ഈ അമ്മ പറയുന്നതെന്നൊക്കെ ആലോചിക്കുന്നത്. സൗണ്ട് ഇല്ലാത്തതുകൊണ്ടൊരു നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ അവൾ കളിക്കാനൊക്കെ ഉഷാറാണ് കേട്ടോ. അതേ നോക്ക്, തല്ലിപ്പൊളി കമ്പിയിലൊക്കെ കടിച്ച് പറിക്കുന്നതായിട്ട് ഇതേ ഒരെണ്ണം ഉണ്ടോ മൈൻഡ് പോലും ഇല്ലാതെ കിടന്നുറങ്ങുന്നതുകൊണ്ട്. ചോട്ടും 2.0യും പാവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ബേബി വീണ്ടും ആ കസേരയിൽ തന്നെ കിടപ്പുണ്ട്, നോക്കുന്നുണ്ട്. പുറത്തോട്ട് അവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പോൾ അവർ നോക്കിയാണ്, എന്താ പോവാത്ത ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ നോക്കുന്നുണ്ടെങ്കിൽ ഇവളെന്താണ് ഈ ഫോണും കൊണ്ട് കാണിക്കുന്നത്, എന്തിനാണ് സൂമിന് സൂം ഔട്ടോ ആക്കുന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ബേബി അവിടെ കിടക്കട്ടെ. രാവിലത്തെ ഒരു ചെറിയ വീഡിയോ എടുത്തേ ഉള്ളൂ, എങ്ങനെയാണ് രാവിലെ മോർണിംഗിൽ. അപ്പോൾ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.